റേഞ്ച് മാറ്റിയ ഒരു പടം. എന്താ വിഷയം പടം. ഓണത്തിന് ഹൃദയപൂർവ്വത്തിനൊപ്പം ഇതും തൂക്കും, ഉറപ്പാണ്. ഇത് ഒരു രക്ഷയില്ല. എന്താ സെക്കൻഡ് ഹാഫൊക്കെ തകർക്കുമായിരുന്നു. കല്യാണി മെയിൻ സ്കോർ അടിച്ചു. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. അത് പറയാതെ നിങ്ങൾ തന്നെ പോയി തിയേറ്റർ മസ്റ്റായിട്ട് കാണണം. ഇത് വിഷയം പടമാണ്, വേറെ ലെവൽ എക്സ്പീരിയൻസ്. പിന്നെ നല്ല വൗ ഫാക്ടർ കിട്ടിയ പടം. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ എടുക്കുമ്പോൾ ഇത്തിരി വൗ ഫാക്ടേഴ്സ് കയറി. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തിയ പിന്നെ അങ്ങോട്ട് വൗ ഫാക്ടേഴ്സാണ് വിത്ത് എൻഡ് പോർഷൻ എത്തിയപ്പോഴും. ലോകം ഒരു അന്യായ മേക്കിംഗ് ആയിട്ടോ. നമ്മുടെ പഴയ കൊട്ടാരത്തിൽ ശങ്കരയുടെ ഐതിഹ്യമാലയൊക്കെ അതിനെ ആസ്പദമാക്കിയിട്ട് പടം വരുന്നത്. ആരാന്നും ഞാൻ പറയുന്നില്ല, ഏത് കഥാപാത്രങ്ങളോ ഒന്നും പറയുന്നില്ല. പല കഥാപാത്രങ്ങളും ഐതിഹ്യമാലയിലേ വരുന്നുണ്ട്. ഇടലിനായിട്ട് അവരെ ഈ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതൊരു റൈറ്റിങ്ങിൻ്റെ മികവാണ്, അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള മേക്കിങ്, ഇത് PXL കണ്ട പടമാണ്. ഇത് ഫ്ലാറ്റ് സ്ക്രീനിൽ PXL കണ്ട, ഞാനത് ഓർത്തില്ല ശരിക്കും. ഇത് ആ PXL കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ആ എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇത് IMAX-ലും ചെയ്യണം. അവരോട് ദുൽഖറിനോടൊന്ന് പറയണം, IMAX-ലോട് ചെയ്താലുള്ളൂ ഇതിൻ്റെ കറക്റ്റുള്ള എഫക്റ്റ് ഒന്ന് കിട്ടുള്ളൂ കേട്ടോ. അത്രയ്ക്ക് മേക്കിംഗ് ക്വാളിറ്റി ഉള്ള പടമാണ്. ഏതായാലും മസ്റ്റ് വാച്ച്. നിങ്ങൾ ഏതായാലും ഇത് കണ്ടില്ല, നഷ്ടമാണ്. അത്രയും കിടിലനായിട്ടുണ്ട് കേട്ടോ. നല്ല മേക്കിംഗ്, എല്ലാ കഥാപാത്രങ്ങളൊക്കെ ഉള്ള കല്യാണമൊക്കെയാണ് അടിപൊളിയായിട്ട് കല്യാണം ചെയ്തിട്ടുണ്ട്. നസ്ലിനും കൊള്ളാം. അതുപോലെ കാമിയോകളുടെ പെരുന്നാളാണ്, അതുപോലെയാണ്. ആരാണെന്നും പറയുന്നില്ല, കാമിയോ ഇഷ്ടം പോലെ കാമിയോകളാണ്. പടപടപടാന്നാണ് കാമിയോകൾ കയറി വരുന്നത്. ഏതായാലും മസ്റ്റ് വാച്ച്. PXL തന്നെ കാണാൻ ശ്രമിക്കുക. അടിപൊളി മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. സിനിമാറ്റിക് യൂണിവേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? അതാ പറഞ്ഞത്, ഇനി വരാൻ പോകുന്നത് നമ്മൾ എന്നാന്നും അറിയത്തില്ല, അതുപോലെയാണ് അത് ചെയ്തത്. എനിക്ക് തോന്നുന്ന ഒരു 4-5 പാട്ടെങ്കിലും ഇത് കൊണ്ടുപോകാം. അത്രയും കഥാപാത്രങ്ങൾ ഇതിൽ ചെയ്യാനുള്ളതുണ്ട്. നമ്മുടെ ഐതിഹ്യമാലയാണ് ഇതിൻ്റെ മേക്കിംഗ് കിട്ടിയേക്കുന്നത്, കരട് ചെയ്തിരിക്കുന്നത്. അതായത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലൊരു ഐതിഹ്യമാല അതുപോലെ ഇത് കൊണ്ടുപോയിട്ടുണ്ട് ആ ഐതിഹ്യമാല. മലയാളത്തിനൊരു ഹോളിവുഡ് പടം അതാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മറ്റൊരു മാർവലിൻ്റെ ഒക്കെ ഒരു കളറിങ്ങാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് അതിനേക്കാളും മേക്കിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയാണ്. കാരണം ഛായാഗ്രഹണം, അതിൻ്റെ എഡിറ്റിംഗ്, ചമ്മൻചാക്കോടെ എഡിറ്റിങ്, പ്രത്യേകിച്ച് പറയുന്നത് JX ബിജോയുടെ മ്യൂസിക് വീടിനായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫുൾ ക്വാളിറ്റി പടം കാണണമെങ്കിൽ വന്ന് കാണുക. ഓക്കെ, അടിപൊളി പടമായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. അതെ, പുതിയ കോൺസെപ്റ്റ് ആണല്ലോ മലയാള ഇൻഡസ്ട്രിയിൽ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതായിരിക്കും എന്തായാലും. അതെ 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 മൂവിയാണ്, എല്ലാവരും പോയി കാണേണ്ട സിനിമയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്തൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ പരിപാടി, പിന്നെ JX ബിജോയിൻ്റെ BGM സീൻ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ സൂപ്പറാണ്, നല്ല അറ്റംപ്റ്റാണ്. പടം അടിപൊളിയാണ്, നല്ല എൻ്റർടൈനറാണ്. തിയേറ്ററിലായിട്ട് എന്തായിട്ടും വന്ന് കാണണം. അതൊരിക്കലും OTT-യിലേക്ക് പോകരുത്, തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ബ്രോ കാണണം, എല്ലാവരും കാണുക. എല്ലാം തിയേറ്ററിൽ തന്നെ കാണുക. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടപ്പം വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഈവൻ സ്റ്റാർട്ടിങ് അവർ നസ്ലിൻ്റെ പോർഷൻസ് എല്ലാവരും അവരുടെ കൗണ്ടേഴ്സും കാര്യങ്ങളെല്ലാം അവർ ഭയങ്കരമായിട്ട് നല്ലൊരു ത്രൂ ഔട്ട് എൻഗേജ്ഡ് ആണ്. പിന്നെ വിഷ്വലി പറയണ്ട, വിഷ്വലി ഭയങ്കര രസമായിട്ട് നിമിഷവി അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈവൻ മ്യൂസിക് JX ബിജോയുടെ മൊത്തത്തിൽ അരുൺ ചേട്ടൻ അടിപൊളി ഡയറക്ഷൻ. ഇനി അടുത്ത പാർട്സ് വരുന്നുണ്ട്. എല്ലാവരും ഇപ്പോഴേ സപ്പോർട്ട്. അതെ, വലിയൊരു യൂണിവേഴ്സാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി.